അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുത്തു. ഷാമിലവിനെ ആശ്വസിപ്പിച്ചു. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് പോകുന്ന ഒരിക്കലും വിചാരിച്ചില്ല. അത് ഉമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ ചെയ്യാം, അതൊന്നും നിറവേറ്റി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ അവസാനമായി ഉമ്മ എന്നോട് പറഞ്ഞ വാക്ക്, മോനെ, അവളെ പറ്റുമെങ്കിൽ നീ വിവാഹം ചെയ്ത് കൂടെ കൂട്ടണം. എന്നാൽ ഉമ്മക്ക് സന്തോഷമാവൂടാ, പാവം പെണ്ണാണ്. ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ അതവൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആ തണുത്ത നെറ്റിയിൽ വീണ്ടും ഒരിക്കൽ കൂടി ചുംബനങ്ങൾ അർപ്പിച്ചു. ഉമ്മയുടെ ആ മുഖം അതാ ആ പുടവ കൊണ്ട് ആകപ്പാടെ മൂടിക്കെട്ടുകയാണ്. റബ്ബേ, ഒരു നിമിഷം മുത്തുവിൻ്റെ ഹൃദയം പിടച്ചുപോയി. അതെ പഠിച്ചോനെ, എൻ്റെ ഉമ്മയുടെ മുഖവും മൂക്കും ഒന്നായിട്ട് വരിഞ്ഞു മുറുക്കി കെട്ടുന്ന പോലെയാണല്ലോ. റബ്ബേ, എൻ്റെ ഉമ്മക്ക് ശ്വാസം മുട്ടൂലേ എന്ന് വരെ തോന്നിപ്പോയി. പെട്ടെന്നാണ് അവൻ ഓർത്തത്, അല്ലാ, എൻ്റെ ഉമ്മയുടെ റൂഹ് പിരിഞ്ഞല്ലോ, എൻ്റെ ഉമ്മക്ക് ശ്വാസമില്ലല്ലോ. അതെ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മയുടെ ആ മുഖത്ത് ആ വെള്ളത്തുണി കൊണ്ട് വരിഞ്ഞു മുറുക്കി കെട്ടുമ്പോൾ എൻ്റെ ഉമ്മക്ക് ശ്വാസം കിട്ടാത്ത രീതിയിലായി പോവല്ലോ. റബ്ബേ, ഒന്ന് അയച്ചു കൊടുത്തൂടെ എന്ന് വരെ തോന്നിപ്പോയി ആ പൊന്നുമോൻക്ക്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആ മയ്യത്തിലേക്ക് ഒരിക്കൽ കൂടി അവൻ ഹൃദയം വെമ്പിക്കൊണ്ട് നോക്കുന്നത് ഒരാളതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, റസിയ. അത് മരണവാർത്ത കേട്ട് അവളും അങ്ങോട്ടെത്തിയിരുന്നു. എന്നാൽ ആ ഉമ്മയെ ശരിക്കൊന്ന് കാണാൻ പറ്റാത്ത വിഷമമുണ്ടായിരുന്നു അവൾക്ക്. വിവരം അറിഞ്ഞ ഉടനെ അവൾ വീട്ടിൽ നിന്ന് പോകുന്നതാണ്. ഒരുപക്ഷെ എളാം അറിഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കില്ല. അങ്ങനെയതാ ആ മയ്യത്ത് കട്ടിൽ പതുക്കെ പൊക്കുന്നു. ഒരു ഭാഗത്തായിട്ട് അവനും മറ്റൊരു ഭാഗത്തായിട്ട് ഷാമിലും പിടിക്കുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കൊണ്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആ മയ്യത്ത് കട്ടിൽ പൊക്കാൻ കഴിയാത്ത പോലെ. അല്ലാ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ആ മയ്യത്തും കൊണ്ട് അതാ പള്ളിയിലേക്ക് നടക്കുന്നു. ഉമ്മ പറഞ്ഞ ആ കാര്യം ഓർത്തു. മോനെ, ഉപ്പ എന്നെ വിളിക്കുന്നുണ്ടടാ. ഉമ്മാൻ്റെ കുട്ടി ഒറ്റക്കായി പോരുത് കേട്ടോ. ഉമ്മാൻ്റെ കുട്ടി അവളെ കൂടെ കൂട്ടണം കേട്ടോ. ഉപ്പ എന്നെ വിളിക്കണ്. കുറേ ദിവസമായില്ലേ ശ്വാസം മുട്ടലായിട്ട് ഇടങ്ങാറായി നിൽക്കണ്. ഉപ്പ എന്നെ വിളിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു മോനെ. ഉമ്മയുടെ ആ സ്വപ്നം എത്രമാത്രം യാഥാർത്ഥ്യമാണല്ലോ. അത് എൻ്റെ ഉമ്മയുടെ നെറ്റിയിലെ വിയർപ്പ് കണങ്ങൾ അത് ഈമാൻ കിട്ടി മരിച്ചു കഴിഞ്ഞാൽ എന്നതിൻ്റെ സൂചനയാണത്രേ എന്ന് മഹാന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലാഹുവേ, ആ പൊന്നുമോൻ അതാ ആ മയ്യത്തുമായി, പ്രിയപ്പെട്ട തൻ്റെ പെറ്റുമ്മയുടെ മയ്യത്തുമായി പള്ളിയിലേക്ക് പോകുമ്പോൾ ഹൃദയം വല്ലാതെ അങ്ങ് വേദനിക്കുന്നുണ്ട്. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. അങ്ങനെ അതാ പള്ളിയിലെത്തിയപ്പോൾ മുത്തു അവൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കുവാൻ നേതൃത്വം നൽകുന്നു. നിറഞ്ഞ കണ്ണുകളോടെ, വിതുമ്പുന്ന ചുണ്ടുകളോടെ, പിടക്കുന്ന ഹൃദയത്തോടെ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ മുന്നിൽ കിടത്തിക്കൊണ്ട് അതാ മയ്യത്ത് നിസ്കരിക്കുവാൻ വേണ്ടി നേതൃത്വം നൽകുന്നു. തൊട്ടപ്പുറത്തായിട്ട് ഷാമിലുമുണ്ട്. വിതുമ്പിക്കൊണ്ട് അവൻ അതാ നിസ്കാരം നിർവഹിച്ചു. അതാ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നു. അല്ലാ റബ്ബേ, എൻ്റെ ഉമ്മയെ നിന്നെ ഏൽപ്പിക്കണല്ല. എൻ്റെ ഉമ്മ എനിക്കിനിയില്ല, ഞാൻ നിന്നെ ഏൽപ്പിക്കാണ്. എൻ്റെ ഉമ്മക്ക് നീ സ്വർഗം കൊടുക്ക് റഹ്മാനെ. അല്ലാഹുവേ, ഖബറിലെ ശിക്ഷയെ തൊട്ട് എൻ്റെ ഉമ്മയെ നീ കാത്ത് രക്ഷിക്കുക അല്ലാ. എൻ്റെ ഉമ്മ ഓതിയ ആ ഒരു ഖുർആൻ്റെ ഫലങ്ങൾ കൊണ്ട് റഹ്മാനെ, എൻ്റെ ഉമ്മയുടെ ഖബറിടം നീ സ്വർഗ പൂങ്കാവനം ആക്കി കൊടുക്കല്ല. ആമീൻ. അങ്ങനെ അതാ പള്ളിക്കാട്ടിലേക്ക് ആ മയ്യത്ത് കൊണ്ടുപോകുന്നു. അത് പിടക്കുന്ന ഹൃദയം, വിതുമ്പുന്ന മനസ്സ്, തൻ്റെ പൊന്നമ്മയുടെ മുഖം തൻ്റെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നു. അതാ തൻ്റെ ഉമ്മയുടെ ആ മയ്യത്ത്, അതിനു വേണ്ടി കുഴിച്ച ആ ഖബർ കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. റബ്ബേ, എൻ്റെ ഉമ്മാൻ്റെ വീട് ഇനി അതാണല്ലോ. അല്ലാ, എൻ്റെ ഉമ്മാൻ്റെ വീട്. പഠിച്ചോനെ, എൻ്റെ പൊന്നുമ്മക്ക് കിടക്കാനുള്ള മണ്ണറയാണല്ലോ അത്. അല്ലാ, ഈ ഖബറിൽ എൻ്റെ ഉമ്മയെ കിടത്തി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മക്ക് ശ്വാസം കിട്ടുമോ റബ്ബേ. അവൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്ത.
അതെ, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ശ്വാസം കിട്ടില്ലല്ലോ എന്നുള്ള ചിന്തകൾ അവൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അതെ, ആ ഖബറിൻ്റെ ആ ഒരു വലിപ്പം കാണുമ്പോൾ റബ്ബേ എത്ര ചെറുതാണ്. എൻ്റെ ഉമ്മയെ ഒറ്റയ്ക്കിട്ട് ഞാൻ എങ്ങനെ പോവാനാ ഇവിടെ നിന്ന്? ഷാമിൽ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്താ നീ ഇങ്ങനെ ഇത്രമാത്രം സങ്കടപ്പെടല്ലേ? എന്നാൽ അതിനിടയിൽ അതാ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആ മുഖത്തെ തുണി മാറ്റി ആ മണ്ണിലേക്ക് വെക്കുകയാണ്. അല്ലാ, ആ പച്ച മണ്ണിലേക്ക് ഉമ്മാനെ വെക്കുകയാണല്ല. പഠിച്ചോനെ, ഉമ്മയുടെ കവിള് ആ മണ്ണിലേക്ക് വെക്കുമ്പോൾ അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. റഹ്മാനെ, അല്ലാ, എൻ്റെ ഉമ്മ. ഒരിക്കൽ കൂടി അവൻ്റെ ഉമ്മയെ നോക്കി അവൻ ആ ഒരു 3 പിടി മണ്ണ് വാരിയിടുകയാണ്. റഹ്മാനെ, അവനത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആ കവിള് മണ്ണിലേക്ക് വെച്ചപ്പോൾ അത് അവൻ മണ്ണ് വാരിയിട്ടപ്പോൾ അല്ലാ റബ്ബേ, ഈ ദുനിയാവിൽ അവൻ വീണ്ടും ഒറ്റപ്പെട്ട പോലെയായി. അങ്ങനെ അതാ മറമാടൽ കഴിയുകയാണ്. ഉമ്മയുടെ ഖബറിലേക്ക് വീണ്ടും വീണ്ടും അവൻ നോക്കിക്കൊണ്ടിരുന്നു. ഇല്ല, എൻ്റെ ഉമ്മ മറഞ്ഞു. ഇനി എനിക്ക് എൻ്റെ ഉമ്മാനെ കാണാൻ പറ്റൂല. ഇനി എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ മുഖം കാണാൻ പറ്റൂല. അല്ലാ, ഞാനെന്തിനാ നീ വീട്ടിൽ പോണേ? മറമാടൽ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോവുകയാണ്. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചു. എന്നാൽ നമ്മുടെ മുത്ത് മാത്രം എഴുന്നേൽക്കില്ല. ഉമ്മയുടെ ആ ഒരു ഖബറിൽ, ആ പുതിയ മണ്ണുള്ള ഖബറിൻ്റെ തൊട്ടരികിലായിട്ട് അവൻ ആ മീസാങ്കല്ല് പിടിച്ച് ഇരുന്നു. ഉമ്മാൻ്റെ കുട്ടീനെ എങ്ങോട്ടാ പോവുക? ഉമ്മ ഇവിടെ അല്ലേ? ഉമ്മ, എന്നെ കൂടി വിളിച്ചുവിടായിരുന്ന പടച്ചോനെ? നമുക്കൊരുമിച്ച് നിൽക്കായിരുന്നില്ല ഉമ്മ ഇവിടെ? ഉമ്മയും ഇവിടെ, ഉപ്പയും ഇവിടെ. ഈ മോനെ മാത്രം തനിച്ചാക്കി നിങ്ങൾ ഒക്കെ എങ്ങോട്ട് പോകുന്നില്ലേ? ആ ഉമ്മയുടെ മീസാങ്കല്ല് പിടിച്ച് അവൻ കരയുകയാണ്. എന്നാൽ ഷാമിൽ മാത്രം പോയില്ല. ഷാമിൽ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നു. മുത്തു, നീ വാടാ, ചെല്ല്, നീ വാ. എന്താ ഇത്? നമുക്കിനി ദിക്റുകളും ദുആകളൊക്കെ ചെല്ലാം. അല്ലാതെ ഇവിടെ ഈ ഖബറും പുറത്തിങ്ങനെ ഇരുന്നിട്ട് എന്ത് കാര്യം? ഉമ്മ അത് പഠിച്ചവൻ്റെ അടുത്ത് എത്തി. ഉമ്മയുടെ ശരീരം മാത്രമാണ് ഇവിടെ. അല്ലടാ, 7 അടി നടന്നു കഴിഞ്ഞാൽ അത് മുൻകറിനേക്കേറി വരുമല്ലോ. എൻ്റെ ഉമ്മയെ ചോദ്യം ചോദിച്ചു എൻ്റെ ഉമ്മക്കെല്ലാം ഉത്തരം പറയാൻ കിട്ടുമോ? തീർച്ചയായും. നിൻ്റെ ഉമ്മ അത്രക്കും നല്ലൊരു സ്ത്രീയായിരുന്നല്ലോ. ഉമ്മ മരിച്ചപ്പോൾ കണ്ടില്ല സുഗന്ധമൊഴുകിയത്? അത് തന്നെ നല്ല ലക്ഷണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നീ വിഷമിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം എളുപ്പമാക്കി കൊടുക്കും. ഉമ്മ എന്ന് പറഞ്ഞാൽ നിൻ്റെ സ്വർഗമായിരുന്നു അല്ലേ? അതെടാ, എൻ്റെ സ്വർഗം പോയില്ലേ? ഇനി എനിക്കെന്താ? എൻ്റെ സ്വർഗം പോയി. ഇനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നും ആരുമില്ല. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പോയി. ആ പള്ളിക്കാട്ടിൽ അവൻ തനിച്ചിരുന്നു. ഷാമിൽ പറഞ്ഞു, അത് മുത്തുക്ക, എനിക്ക് പോകണം. ഉപ്പാക്ക് എനിക്ക് ഭക്ഷണം കൊടുക്കണം. അതെ, എനിക്ക് വല്ലാത്ത സങ്കടമാണ് എൻ്റെ ഉപ്പയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും. എന്തായാലും നിങ്ങളുടെ ഉമ്മ അള്ളാഹുവിൻ്റെ അടുക്കൽ സേഫ്റ്റിയായി എത്തിയല്ലോ. ഇനി ഒരു പേടിയും പേടിക്കണ്ടല്ലോ മോനെ. അതൊക്കെ ശരി തന്നെയാടാ. എന്നാൽ എൻ്റെ ഉമ്മയെ വിട്ട് ഞാൻ വരുന്നില്ല. നീ പോയിക്കോ ഷാമിൽ, നീ പോയിക്കോ. കൂട്ടുകാരനെ പറഞ്ഞേക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് അദ്ദേഹം. ആ ഖബറിൻ്റെ അടുക്കലിരുന്നു കൊണ്ട് വീണ്ടും വീണ്ടും പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നു. ഓരോ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഷാമിൽ തൻ്റെ കൂട്ടുകാരൻ്റെ തോളിൽ കൈയിട്ടു. മുത്തുക്ക, ഞാൻ നിങ്ങളില്ലാതെ എങ്ങനെ പോകും? നിങ്ങൾ വരി, നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, വരി. അങ്ങനെ അത് പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവനെ കൊണ്ടുപോകുന്നു. എന്നാൽ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബറിടത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയായിരുന്നു അവൻ. പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടി പോവുകയാണോ എന്ന് ഉമ്മ വിളിച്ച് പറയുന്നത് പോലെ തോന്നി. നേരെ അതാ ഷാമിൽ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല അവനെ. കാരണം എളാമ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ്. നേരെ അവൻ്റെ വീട്ടിലേക്ക് തന്നെ ചെന്നു. എന്നാൽ അവിടെ ഓരോ സ്ത്രീകളെല്ലാം ഉണ്ട്. അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവർ പറയുന്നു, ഇനിയിപ്പോൾ ആ ഉമ്മയും മോനും മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ആ ഉമ്മയും പോയി. ഇനിയിപ്പോൾ ആ മോൻ ഒറ്റയ്ക്ക് എങ്ങനെ ഇവിടെ ജീവിക്കുക അല്ലേ? അതെ, റസിയ എല്ലാത്തിനും സഹായിക്കുന്നുണ്ട്. അവിടെയുള്ള അലക്കുവാനുള്ള ഡ്രസ്സും കാര്യങ്ങളും അത് അലക്കിയിടുന്നു, അവിടെ ക്ലീൻ ചെയ്യുന്നു.
അത് ശരിക്കും ആ വീട്ടിലെ മരുമകളെ പോലെ അവളതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ മുത്തുവിനെ പിടിച്ചുകൊണ്ടാണ് ഷാമിൽ കൊണ്ടുവരുന്നത്. അതെ, മുത്തു ആകെ അവശനായിട്ടുണ്ട്. ഷാമിൽ പറഞ്ഞു, മുത്തുക്ക ഇവിടെ നിന്ന് കിടന്നോളേ. എന്തിനടാ, എന്തിനു കിടക്കുന്നു? എൻ്റെ ഉമ്മയല്ലല്ലോ ഇവിടെ. എന്നെ വിളിച്ചു നിർത്താൻ എൻ്റെ ഉമ്മയില്ല. എന്തിനാണ് ഞാൻ? ഷാമിൽ അവൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട്. സത്യമായിട്ടും അതെ, വീട്ടിലേക്ക് വന്നവരെല്ലാം പോയി തുടങ്ങി. ഇപ്പോൾ അകന്ന ബന്ധുക്കളിൽ ചിലർ മാത്രം അവിടെയുണ്ട്. എന്നാൽ അവിടെ നിന്ന് റസിയ പോയില്ല. റസിയ പോയിട്ടില്ല. എങ്ങനെ പോകും? മുത്തുക്ക തനിച്ചാണ്. എനിക്ക് വേണ്ടി ഇത്രയും കാലം ജീവിച്ചിരുന്ന മുത്തുക്ക. അവർക്കുള്ള ഭക്ഷണമെല്ലാം റസിയ അവിടെ ഉണ്ടാക്കി വെച്ചു. ഷാമിലിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഷാമിൽ, മുത്തുക്കാക്കുള്ള ഭക്ഷണം എല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. ഞാനിവിടെ നിന്നാൽ ആളുകൾ ഓരോന്ന് പറയുമെന്ന് മാത്രമല്ല, എൻ്റെ വീട്ടുകാർ തന്നെ ഓരോന്ന് പറയും. ഷാമിൽ, ഞാൻ പോട്ടെ കേട്ടോ. മുത്തുക്കയോട് പറഞ്ഞേക്ക് ഭക്ഷണം കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ അതാ ബന്ധുക്കളെല്ലാം വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരുന്നു. ഇനിയുള്ളത് മുത്തുക്കയുടെ ഉപ്പയുടെ ഒരു പെങ്ങള് മാത്രം. അവരുടെ മക്കളും അവരും കുറച്ച് കഴിഞ്ഞാൽ പോകും. ആരാരുമില്ലാത്ത ഞാൻ ഇവിടെ ഏകാന്തമായി. അവൻ എഴുന്നേറ്റ് ഉമ്മ കിടന്ന ആ കട്ടിലേക്ക് പോയി നോക്കി. അവന് മനസ്സ് വല്ലാതെ വിങ്ങി പൊട്ടിപ്പോയി. അതേ, എൻ്റെ ഉമ്മ കിടന്നിരുന്ന ആ കട്ടിൽ, എൻ്റെ ഉമ്മ ഉപയോഗിച്ച തസ്ബീഹ് മാല. അവൻ ആ തസ്ബീഹ് മാല ഉമ്മ എപ്പോഴും ആ കസാരയിരുന്ന് ചെല്ലാറുള്ളതായിരുന്നു. ആ ഒരു തസ്ബീഹ് മാല എടുത്ത് അവൻ്റെ കണ്ണിൽ വെച്ച് അവൻ പൊട്ടി പൊട്ടി കരഞ്ഞു. എൻ്റെ ഉമ്മ, അല്ലാ. എന്നാൽ പെട്ടെന്ന് ഷാമിൽ പറഞ്ഞു, ഇങ്ങനെ കരയല്ലേ, തബാറക്ക ഓതിക്കോ. അതെ, തബാറക്ക ഓതി ഖുർആൻ പാരായണമെല്ലാം തൻ്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് ഹദിയ ചെയ്തു. എന്നാൽ അവനക്കെല്ലാം വളരെയധികം സങ്കടമായിരുന്നു. നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉസ്താദുമാർ വന്നു. അതാ അവർക്ക് വേണ്ടി ദിക്റുകളും ദുആകളും മൗലിദ് പാരായണവും എല്ലാം നടത്തുന്നു. ഷാമിൽ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ചെയ്തു. ആ നാട്ടിലുള്ള ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് അവർക്കെല്ലാം ഉമ്മാക്ക് വേണ്ടി ദിക്ർ ചെല്ലുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. അത് അവിടെയുള്ള അയൽവാസികളും നാട്ടുകാരും എല്ലാം ചേർന്ന് ആ ഉമ്മാക്ക് വേണ്ടി ദിക്റുകൾ ചൊല്ലി. എല്ലാവരും അകന്നു പോയി. അതാ മുത്തു നിസ്കരിക്കാൻ വേണ്ടി പോയി. ഇഷാഹിൻ നിസ്കരിക്കാൻ പോയപ്പോൾ, അല്ലാ, രാത്രിയാവാണല്ലോ റബ്ബേ, രാത്രിയാണല്ലോ. എൻ്റെ ഉമ്മ ഒറ്റയ്ക്ക് അവിടെ കിടക്കുകയെ ആ ഇരുട്ടറിയില്ലേ. എൻ്റെ ഉമ്മക്ക് പേടിയാവൂലേ. പെട്ടെന്നാണ് മഴ പെയ്തത്. മഴ പെയ്തു, ഇടിയും പൊട്ടൽ തുടങ്ങി. അത് മഴ ഭൂമിയിലേക്ക് തട്ടിത്തുടങ്ങിയപ്പോൾ മുത്തുവിൻ്റെ ഹൃദയം വല്ലാതെ അങ്ങ് പിടച്ചു. റബ്ബേ, ഞാനിന്ന് എൻ്റെ വീട്ടിൽ മഴ കൊള്ളാതെ നിൽക്കുകയാണ്. റബ്ബേ റഹ്മാനെ, പഠിച്ചോനെ, എൻ്റെ ഉമ്മയുടെ ഖബറിലേക്ക് ഇപ്പോൾ വെള്ളം ഒലിച്ചിറങ്ങും. എൻ്റെ ഉമ്മ ആകെ നനയല്ലോ റബ്ബേ. അല്ലാ, എൻ്റെ ഉമ്മ, പഠിച്ചോനെ, നീ സംരക്ഷണം നൽകി റഹ്മാനെ. അത്രക്കും ശക്തമായ മഴയും കാറ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. ഒറ്റക്കാകുമ്പോൾ എൻ്റെ ഉമ്മക്ക് പേടിയാണ്. അതെല്ലാം ഞാനെപ്പോഴും അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉമ്മയുടെ അരികിലേക്ക് ഓടിയെത്തും. പക്ഷേ എന്ത് ചെയ്യാൻ, എൻ്റെ ഉമ്മക്ക് എനിക്കൊരു ഒന്നും സന്തോഷം കൊടുക്കാൻ പറ്റിയില്ല. ഉമ്മയുടെ ആഗ്രഹങ്ങളൊന്നും നിറവേറ്റാൻ പറ്റിയില്ല. അതാണ് സങ്കടം. ആ രാത്രിയിൽ അവന് ഉറക്കം വരുന്നില്ല. അതെ, അമ്മായി മക്കളുണ്ട്, പിന്നെ ആരോ ഒന്ന് രണ്ടാളുകളൊക്കെ ഉണ്ട്. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ അവിടെ ഖബറിൻ്റെ ഉള്ളിലാക്കിയിട്ട് പോന്നിട്ട്, ആ പള്ളിക്കാട്ടിൽ ഉപേക്ഷിച്ച് പോന്നിട്ട് അവൻ ഉറങ്ങാൻ കഴിയുന്നില്ല. അമ്മായി, മോൻ എന്തെങ്ങനെ നടക്കുന്നത്? അമ്മായി, എൻ്റെ ഉമ്മ ഒറ്റയ്ക്കല്ല അവിടെ. നിൻ്റെ ഉമ്മ ഒറ്റക്കൊന്നല്ല മോനെ. നിൻ്റെ ഉമ്മ ചെയ്ത അമലുകളുണ്ടാവും കൂടെ. നിൻ്റെ ഉമ്മ ഒരുപാട് അമലുകൾ ചെയ്തിരുന്നല്ലോ. നിൻ്റെ കണ്ടില്ലേ, നിൻ്റെ ഉമ്മ ഓതി വെച്ച ഖുർആനുകളാണ് അതൊക്കെ. അത്രക്കും ഉപയോഗിച്ച് എത്രയാണ് നിൻ്റെ ഉമ്മ ഓതാറുള്ളത്. അതെ, ഓതി ഒരുപാട് ഹത്തം തീർത്ത് ദിക്റുകൾ ചൊല്ലി. കണ്ടില്ലേ നിൻ്റെ ഉമ്മയുടെ തസ്ബീഹ് മാലകളെ, ഇതെല്ലാം ഉമ്മ ചൊല്ലി തീർത്തതാണ്. ഉമ്മക്ക് എപ്പോഴും ഉമ്മയുടെ ഇബാത്തുകൾ കൂട്ടിനുണ്ടാകും. അതെ, മരിച്ചു ചെന്നാലും ആ ഖബറിലുണ്ടാവും ഉമ്മ ഓതിയ ഖുർആൻ. അതാ ഇറങ്ങി വരുന്നു, ദിക്റുകൾ ഒഴുകി വരുന്നു. അതെല്ലാം നന്മകളായി വരുന്നു. കാരണം അഥവാ ചെറിയ എന്തെങ്കിലും ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ പറയും, ഇല്ല, തൊടാൻ പറ്റൂല, അത് എന്നെ ഓതിയതായിരുന്നു.
പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത വ്യക്തിയാണ് അവർ. അതുകൊണ്ട് ഒരിക്കൽ പോലും അവർ ശിക്ഷിക്കാൻ പാടില്ല. സാക്ഷി നിൽക്കുമത്രേ ഖബറിൽ. അവരൊക്കെ എന്നെ ഓതിയതാണ്, അതുകൊണ്ട് സാക്ഷി നിൽക്കും. പൊന്നു മോനെ, നിൻ്റെ ഉമ്മക്ക് രക്ഷപ്പെട്ട കൂട്ടത്തിലാടാ. നമ്മൾക്കൊക്കെ അമ്മാൻ്റെ പോലെ ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി മോൻ ദുആ ചെയ്യേ. അമ്മായി, എൻ്റെ ഉമ്മയില്ലാതെ എനിക്ക് കഴിയണില്ല അമ്മായി. പൊന്നു മോനെ, പടച്ച റബ്ബിൻ്റെ അടുത്തേക്കല്ലേ എത്തിയത്. ഉമ്മ കുറേ ബുദ്ധിമുട്ടായില്ലേ, ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനിയെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സുഖമായൊരു ജീവിതം ഉമ്മാക്ക് കൊടുക്കട്ടെ. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആ വിയോഗം അവനക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അല്ലാ, എൻ്റെ ഉമ്മാൻ്റെ ആഗ്രഹങ്ങളൊന്നും എനിക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റിയില്ല. പടച്ച റബ്ബേ, എൻ്റെ ഉമ്മയുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കല്ല. എൻ്റെ ഉമ്മാക്ക് റഹ്മാനെ ഖബറിൽ നിൻ്റെ സ്വർഗപ്പൂങ്കാവനം ആക്കി കൊടുക്കല്ല. അതെ, നിൻ്റെ സ്വർഗത്തിൻ്റെ പരിമളം എൻ്റെ ഉമ്മയുടെ ഖബറിലേക്ക് നീ അടിച്ച് വീശിക്കൊടുക്ക് റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹൃദയം പൊട്ടി ദുആ ചെയ്തുകൊണ്ട് അതാ അവൻ അറിയാതെ പാതി മയക്കത്തിലേക്ക് വഴുതി വീഴുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.